കൊട്ടാരക്കരയിൽ റോബോട്ടിക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് വൻ നിക്ഷേപവുമായി സോഹോ കോർപ്പറേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ജൂലൈ 2-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സാധാരണ റോബോട്ടിക് അല്ലെങ്കിൽ AI ഇതിൻ്റെ എല്ലാം കോഴ്സിന് വേണ്ടി വിദേശത്ത് പോവുക, അല്ലെങ്കിൽ ആ പഠനത്തിന് ശേഷം വീണ്ടും വിദേശത്ത് തന്നെ ജോലി ചെയ്യുക, ഇന്ത്യയിൽ ഇതിന് സാധ്യതയില്ല, ഇങ്ങനെ തുടങ്ങിയ പല തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പരക്കുന്നതും അങ്ങനെ പലരും അതിൽ വഞ്ചിതരാകുന്നു. പക്ഷേ അതൊന്നും ശരിയല്ല എന്ന് തെളിയിക്കുന്നതാണ് എൻ്റെ ഈ പിന്നിൽ ഈ കാണുന്ന സോഹോ കോർപ്പറേഷൻ്റെ ഏറ്റവും വലിയ ഇന്ത്യയിലെ വലിയൊരു IT വ്യവസായ മേഖല ഇപ്പോൾ കൊട്ടാരക്കരയിൽ കേരളത്തിൻ്റെ ഒരു കുഗ്രാമത്തിലേക്ക് വരുന്നു. ഇവിടെ റോബോട്ടിക്കിൻ്റെയും AIയുടെയും വലിയ ഗവേഷണമാണ് നടക്കുന്നത്. നവകേരളത്തിൻ്റെ മാതൃകയാണിത്. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീധർ വെമ്പുവിൻ്റെ സോഹോ കോർപ്പറേഷൻ കേരളത്തിലും വേരുറപ്പിക്കുന്നു. അസിമ ഉൾപ്പെടെ റോബോട്ടിക് കമ്പനികളെ സോഹോ ഏറ്റെടുത്തു. കൊട്ടാരക്കരയിലെ നെടുവത്തൂരിൽ 5 ഏക്കർ വിസ്തൃതിയിൽ റോബോട്ടിക് AI ഗവേഷണ കേന്ദ്രത്തിൽ ആദ്യഘട്ടം 250 പേർക്ക് ജോലി ലഭിക്കും. കൊട്ടാരക്കര IHRD കോളേജിൽ തുടങ്ങിയ സെന്റർ വഴിയാണ് അർഹതയുള്ളവരെ റിക്രൂട്ട് ചെയ്യുക. കൊട്ടാരക്കര MLA മന്ത്രി KN ബാലഗോപാൽ മുൻകൈയെടുത്താണ് സോഹോ ഗ്രൂപ്പിനെ കൊട്ടാരക്കരയിൽ എത്തിച്ചത്. നഗര കേന്ദ്രീകരണം വിട്ട് ഉൾനാട്ടിലേക്ക് വ്യവസായങ്ങളെ നല്ല അന്തരീക്ഷത്തിൽ വളർത്തുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. വൻ നഗരങ്ങളിൽ മാത്രമല്ല, കേരളത്തിലെ ചെറിയ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും വിവിധ മേഖലകളിൽ പണിയെടുക്കാൻ ശേഷിയുള്ള ധാരാളം ചെറുപ്പക്കാരുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് ധാരാളമുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക്, പുതിയ അഭ്യസ്ത വിദ്യർക്ക് നാട്ടിൽ തന്നെ പരിശീലനം കിട്ടി ഇവിടെ തന്നെ ചെയ്യാനും ലോകത്തേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും പറ്റുന്ന തരത്തിലേക്കുള്ള വാതായനം തുറക്കുന്ന വിവിധ പദ്ധതികളിലൊന്നാണിത്. സ്വന്തം നാട്ടിൽ പ്രമുഖ ആധുനിക വ്യവസായ സ്ഥാപനത്തിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിച്ചത് വിശ്വസിക്കാനാകുന്നില്ലെന്ന് ജോലി ലഭിച്ചവർ പറഞ്ഞു. വീടിനടുത്ത് ഇത്രയും വലിയൊരു കമ്പനി, അതും ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റോബോട്ടിക്സ് പോലത്തെ ഒരു ഏരിയയിൽ റിസർച്ച് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെ. അതൊരു വലിയ അവസരം തന്നെയാണ്. മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഒരുക്കി നൽകിയെന്ന് സോഹോ കോർപ്പറേഷൻ പ്രതിനിധി കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഗവൺമെൻറ് സപ്പോർട്ടുണ്ട്. എല്ലാ ലോക്കലായിട്ടായാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായാലും നമുക്ക് നല്ല സപ്പോർട്ടുണ്ട്. നല്ല രീതിയിൽ വളർന്നു വരുന്നൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററാണ്. സോഹോൻ്റെ അകത്തും വളരെ ഹാപ്പിയാണ് സെൻ്ററിൻ്റെ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചോളം. ഉപഭോക്താവിൻ്റെ ആവശ്യാനുസരണം റോബോട്ടിക് AI സാങ്കേതികവിദ്യ വികസിപ്പിച്ച് നൽകുകയാണ് സോഹോ കോർപ്പറേഷൻ. നമ്മുടെ മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞതുപോലെ നഗര കേന്ദ്രീകരണമല്ല, കേരളം മുഴുവനും ഇന്നൊരു നഗരമായി മാറുന്ന പശ്ചാത്തലത്തിൽ ഗ്രാമാന്തരങ്ങളിലേക്ക് വരെ, ഉൾപ്രദേശങ്ങളിലേക്ക് വരെ ഇതുപോലെയുള്ള സാങ്കേതിക വിദ്യകളുള്ള വ്യവസായ സ്ഥാപനങ്ങൾ, അതും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളാണ് വരുന്നത്. ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.